അവർക്ക് അവരോട് തന്നെ സംസാരിക്കാനുള്ള ഒരു അവസരം അതാണ് ബിഗ് ബോസ് ഒരുക്കി കൊടുത്തിരുന്നത്. കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി അവർ തന്നെ സംസാരിക്കുന്നു. പ്രേക്ഷകരിലേക്ക് എത്തേണ്ട കാര്യങ്ങളും അവർക്ക് സ്വയം ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളും. രണ്ടാമതായിട്ട് അവിടേക്ക് വന്നത് ശ്രീതു ആയിരുന്നു. ശ്രീതു വന്നെന്ന് സംസാരിച്ചത് ഇതാണ്: അവിടെ ഭാഷയുടെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ബിഗ് ബോസിലേക്ക് ക്ഷണം വന്ന സമയത്ത് വരണമോ വേണ്ടയോ എന്ന് ആദ്യം കുറേ ചിന്തിച്ചു. പിന്നെ എന്തായാലും പോയി നോക്കാം, എക്സ്പീരിയൻസ് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് വന്നത്. ആ സമയത്ത് വരുന്ന സമയത്ത് എടുത്ത ഒരു തീരുമാനങ്ങളിലൊന്ന് ഇവിടെ വന്ന് കരയില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അതെനിക്ക് പലപ്പോഴും പറ്റിയിട്ടില്ല. കരഞ്ഞിട്ടുണ്ട്, അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ വളരെ റെയറായിട്ടേ കരഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞാൻ പലപ്പോഴും കൺട്രോൾ ചെയ്തിട്ടുണ്ട് എന്നവിടെ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതായിരുന്നു. ആ ഫ്രണ്ട്ഷിപ്പിൽ ഒരുപാട് ചതികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ട്രസ്റ്റ് ഇഷ്യൂ എനിക്ക് നന്നായിട്ടുണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആരുമായിട്ടും കൂടുതൽ അടുപ്പമുണ്ടാവാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആ ട്രസ്റ്റ് ഇഷ്യൂ എൻ്റെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ചിലരെ വിശ്വസിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ആ ഒരു പ്രശ്നം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അവിടെ. ഈ വീട്ടിൽ എല്ലാവരും എൻ്റെ ഭാഷയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് എല്ലാവരും കുറ്റപ്പെടുത്തിയ സമയത്ത് ഞാൻ അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കുറേ ബുദ്ധിമുട്ടി. എല്ലാവരും ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നില്ല, വിഷയങ്ങളിൽ ഇടപെടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് അതിന് സാധിക്കാതെ പോയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ട് ശ്രീതു ഇനിയും നീ സംസാരിക്കണം, അവിടെ ഭാഷ ഒരു വിഷയമാക്കണ്ട, മറ്റുള്ളവർക്ക് മനസ്സിലാകുമോ എന്ന് ചിന്തിക്കേണ്ട, അങ്ങനെ ചിന്തിക്കാതെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കണം എന്ന് ശ്രീതുവിനോട് തന്നെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ടാസ്കുകൾ വരുന്ന സമയത്ത് 100% കൊടുത്ത് ഗെയിം കളിക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഗെയിം പരാജയപ്പെട്ടാലും അടുത്ത ഗെയിമിലേക്ക് വരുന്ന സമയത്ത് പരാജയപ്പെട്ടല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ പിന്നീട് അടുത്ത ഗെയിം അതിനേക്കാൾ നന്നായി ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ശ്രീതു. പിന്നെ എല്ലാവരും ഇപ്പോൾ പറയുന്ന കാര്യമാണ് ടോപ്പ് 5 എന്നുള്ളൊരു കാര്യം. ആരും തന്നെ അതിൽ ശ്രീതുവിൻ്റെ പേര് പറയുന്നില്ല എന്നുള്ളത് ശ്രീതുവിനെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് എന്നാണ് ശ്രീതു പറയുന്നത്. പക്ഷെ അവർ പറയുന്നത് നോക്കണ്ട. അവർ പറഞ്ഞിരുന്നു 12 ആഴ്ചകൾ താണ്ടില്ല ശ്രീതു എന്ന്. ഇപ്പോൾ 12 ആഴ്ചകളും കഴിഞ്ഞ് 13ാമത്തെ ആഴ്ചയിൽ ശ്രീതു വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ടോപ്പ് 5ലും ശ്രീതു എത്തും. എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരിക്കും ശ്രീതുവിനുണ്ടാവാൻ പോകുന്നത് എന്നാണ് ശ്രീതുവോട് പറയുന്നത്. എല്ലാം കൊണ്ടും ശ്രീതു ഇപ്പോൾ വളരെയധികം ബെറ്റർ ആയിട്ടുണ്ട്, മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും അതുപോലെ തന്നെ നിൽക്കാനായിട്ട് സാധിക്കണം. എല്ലാവരുടെ അടുത്തും ഒരുപോലെ പെരുമാറാനും സന്തോഷമായിട്ട് ഇരിക്കാനും സാധിക്കണം, നന്നായിട്ട് നിൽക്കാൻ സാധിക്കണം എന്നൊക്കെ ശ്രീതോടെ നിന്ന് പറയുന്നുണ്ട്. വളരെയധികം പോസിറ്റീവായിട്ടാണ് ശ്രീതോടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതുവരെ വന്ന ആ ബിഗ് ബോസിൽ വന്നിട്ടുണ്ടായ കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് അതെടുത്ത് സംസാരിക്കാനായിട്ട് ശ്രീതുവിന് സാധിച്ചിട്ടുണ്ട്. ശ്രീതുവിന് സംസാരിക്കാൻ കഴിയുന്ന ആ മലയാളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പോലും അതിലുപരിയായിട്ട് മാക്സിമം ശ്രീതുവിനെ പറ്റാവുന്ന രീതിയിൽ ശ്രീതു അവിടെ ശ്രീതുവിൻ്റെ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിരുന്നു.